വിനയ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ വിനയചേട്ടനും കുഞ്ഞും മലയ്ക്ക് പോവുകയാണേ. നമ്മുടെ തിണ്ണ വെച്ചാൽ കിട്ടും മുറുക്കുന്നേ. നമുക്ക് ഇവിടുന്ന് ശബരിമലയ്ക്ക് പോകാൻ എളുപ്പമാണേ. എളുപ്പമെന്ന് വെച്ചാൽ നമുക്ക് എരുമേലിക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് വിനാച്ചിലെ എരുമേലിക്ക്? ഇവിടുന്ന് 6 കിലോമീറ്റർ പോയി എരുമേലിയാണ്. പിന്നെ എരുമേലി തൊഴുത് ഇട്ട് ഇവിടുന്ന് അവിടെ വരെ ഓട്ടോയ്ക്ക് പോയിട്ട് അവിടുന്ന് ബസ്സിന് പോകാനാണേ. എരുമേലി ചെന്നാൽ നല്ല രസമാണ്. ഒരുപാട് അയ്യപ്പന്മാരെല്ലാം വന്ന് പേട്ടകെട്ടുമൊക്കെ കൂടി അങ്ങനെ പോകുന്നത്. അങ്ങനെ അല്ലാതെ ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാരും ഉണ്ട്. ഈ മുണ്ടക്കയത്ത് വന്ന് തിരിഞ്ഞ് കോരത്തോട് കൂടിയാണോ വെച്ചിട്ടാ? കോരുതൊടിയിൽ നിന്ന് കുഴിമാവിൽ നിന്ന് കണമല കൂടി അങ്ങനെ ശബരിമലയ്ക്ക് പോകുന്നവരുണ്ട്. പമ്പ. അപ്പോൾ എരുമേലി ടച്ച് ചെയ്യാൻ പറ്റുമല്ലേ? അങ്ങനെ ശരണയ്യപ്പോ 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 ശരണയ്യപ്പ സ്വാമിയേ ശരണയ്യപ്പോ. ഞാൻ കത്തിക്കാൻ ശരണം വിളിക്കും വെച്ചുകൂടാ. സ്വാമി ശരണയ്യപ്പോ. മോനെ ശരണം വിളിക്കുക. ശരണയ്യപ്പോ 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 ശരണയ്യപ്പോ. അങ്ങോട്ട് കിഴക്കോട്ട് ഇങ്ങോട്ട് ശരണം വിളിക്കുമോനെ. സ്വാമിയേ ശരണയ്യപ്പോ സ്വാമിയേ ശരണയ്യപ്പോ സ്വാമിയേ ശരണയ്യപ്പോ. ശരണം വിളിക്കും ചേട്ടാ. ശരണയ്യപ്പോ ശരണയ്യപ്പോ ശരണയ്യപ്പോ. പൊന്നു ശരണം വിളിച്ച പൊന്നു. ശരണയ്യപ്പോ 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 മഹാവിഷ്ണുവേ ശരണയ്യപ്പോ വേഗന്ന് ശ്രീ മുരുകനേ ശരണയ്യപ്പോ പശ്ചിമാദേവിയേ ശരണയ്യപ്പോ പമ്പാ നദിയേ ശരണയ്യപ്പോ. നല്ല വ്യത്യാസമില്ലേ ഇന്നലെ നമ്മളിവിടെ ശരണയ്യപ്പോ അയ്യപ്പോ ശരണയ്യപ്പോ 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 ശരണയ്യപ്പോ
ശരണയ്യപ്പോ ശരണയ്യപ്പോ ശരണയ്യപ്പോ ശരണയ്യപ്പോ ശരണയ്യപ്പോ ശരണയ്യപ്പോ ശരണയ്യപ്പോ വീരമണി കണ്ഠനേ ശരണയ്യപ്പോ സ്വരൂപനേ ശരണയ്യപ്പോ അന്നദാന പ്രഭുവേ ശരണയ്യപ്പോ സ്വാമിയേ ശരണയ്യപ്പോ കർപ്പൂര പ്രിയനേ ശരണയ്യപ്പോ കല്ലിടാങ്കുന്നേ ശരണയ്യപ്പോ ശരണയ്യപ്പോ സ്വാമിയുടെ കന്നിക്കാരേ ശരണയ്യപ്പോ സ്വാമിയുടെ പഴമക്കാരേ ശരണയ്യപ്പോ സ്വാമിയേ ശരണയ്യപ്പോ ഓം ശ്രീഹരസുതനാനന്ദ നിജത്തിനയ്യനയ്യപ്പ സ്വാമിയേ ശരണയ്യപ്പോ ഭോഗനാഥനേ ശരണയ്യപ്പോ അഭിഷേകപ്രിയനേ ശരണയ്യപ്പോ അമ്പലവാസനേ ശരണയ്യപ്പോ ശരണയ്യപ്പോ സ്വാമിയേ ശരണയ്യപ്പോ സുതനേ ശരണയ്യപ്പോ 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 വിളിക്കും സ്വാമി ശരണയ്യപ്പോ വീരമണി കണ്ഠനേ സ്വരൂപനേ അന്നദാന പ്രഭുവേ സ്വാമിയുടെ കന്നിക്കാരേ സ്വാമിയുടെ പഴമക്കാരേ കല്ലിടാങ്കുന്നേ പാച്ചിമേടേ കുത്തിയാലേ സ്വാമിയേ കന്നിക്കാരേ ശരണയ്യപ്പോ 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 കൊണ്ട് ജലദോഷം സ്വാമിയേ ശരണയ്യപ്പോ സ്വാമിയേ ശരണയ്യപ്പോ ശബരിഗിരിനാഥനേ ശരണയ്യപ്പോ സ്വാമിയേ ശരണയ്യപ്പോ സ്വാമിയേ ശരണയ്യപ്പോ അന്നദാന പ്രഭുവേ ശരണയ്യപ്പോ സ്വാമിയേ ശരണയ്യപ്പോ സ്വാമിയേ ശരണയ്യപ്പോ സ്വാമിയേ ശരണയ്യപ്പോ സ്വാമിയേ ശരണയ്യപ്പോ സ്വാമിയേ ശരണയ്യപ്പോ അന്നദാന പ്രഭുവേ ശരണയ്യപ്പോ സ്വാമിയേ ശരണയ്യപ്പോ സ്വാമിയേ ശരണയ്യപ്പോ അന്നദാന പ്രഭുവേ ശരണയ്യപ്പോ സ്വാമിയേ ശരണയ്യപ്പോ ശരണയ്യപ്പോ
ഇങ്ങോട്ടില്ലേ? സ്വാമിയേ ശരണയ്യപ്പോ പ്രധാനപ്രഭുവേ ശരണയ്യപ്പോ 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 സ്വാമിയേ ശരണയ്യപ്പോ സ്വാമിയേ ശരണയ്യപ്പോ മാളികപ്പുറത്തമ്മ ലോകമാതാവ് ദേവി ശരണയ്യപ്പോ 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 ഇത് എല്ലാ കെട്ടുമുറുകിന് ധ്യാനം ചെയ്ത് പപ്പയൊക്കെ വരുന്നല്ല എന്നിട്ടാ ശരണയ്യപ്പോ പൈസ എടുത്തോ സ്വാമിയേ ശരണയ്യപ്പോ ശരണയ്യപ്പോ അച്ഛന് കൊടുക്കും. വെള്ളിരൂപ ഇല്ലേ? ശരണയ്യപ്പോ സ്വാമിയേ ശരണയ്യപ്പോ 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 സ്വാമിയേ ശരണയ്യപ്പോ സ്വാമിയേ ശരണയ്യപ്പോ സ്വാമിയേ ശരണയ്യപ്പോ നമ്പലവാസനേ ശരണയ്യപ്പോ ഭൂതനാഥനേ ശരണയ്യപ്പോ സ്വാമിയേ ശരണയ്യപ്പോ സ്വാമിയേ ശരണയ്യപ്പോ സ്വാമിയേ ശരണയ്യപ്പോ 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 സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമി ശരണം അയ്യപ്പ ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം ഭഗവാൻ ശരണം ഭഗവതി ശരണം ഭഗവാനേ ഭഗവതിയേ ദേവനേ ദേവിയേ സ്വാമിയേ അയ്യപ്പോ
സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം ഭഗവാൻ ശരണം ഭഗവതി ശരണം ഭഗവാനേ ഭഗവതിയെ ഭഗവാനേ ഭഗവതിയെ ദേവിയെ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ ശരണയ്യപ്പോ. നമ്മൾ അപ്പോൾ എരുമേലി വന്നിട്ടുണ്ട് കേട്ടോ. എരുമേലി നമ്മൾ കൊച്ചമ്പലത്തിൽ തൊഴുത് തലപ്പാറമലയുടെ അവിടെ തൊഴുത് നമ്മൾ വാവര് പള്ളിയിലോട്ട് പോകാൻ തുടങ്ങും കേട്ടോ. നിറച്ച ആളാണ്, സീസൺ ആയതുകൊണ്ട് അത്യാവശ്യം ആളുണ്ട്. ഒരുപാട് ആളില്ല, എന്നാലും അത്യാവശ്യം ആളുണ്ട്. ഞങ്ങളിന്ന് ആൾ കാണുമല്ലോ എന്ന് ഓർത്ത് വന്ന, പക്ഷേ വിചാരിച്ചത്ര ആളില്ല ഇന്ന്. നമ്മളപ്പോൾ താഴോട്ട് ഇറങ്ങുക. ആ കാണുന്ന കേട്ടോ കൊച്ചമ്പലമേ. നമ്മളവിടെ കയറി തൊഴുതിട്ടാണ് മുകളിലോട്ട് പോയത്, തലപ്പാറയുടെ അങ്ങോട്ട്. നമ്മളിപ്പം ഇപ്പം വാവര് പള്ളിയിലോട്ട് പോകും. ഇവരെല്ലാം പേട്ട കൊള്ളുന്നു കേട്ടോ. കാണുന്ന കേട്ടോ വാവര് പള്ളി. നമുക്ക് ദൂരത്ത് നിന്ന് കാണാം കേട്ടോ. അകത്ത് നിന്ന് നമുക്ക് വീഡിയോ പിടിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് കാണിക്കുക. വാവര് പള്ളി ദൂരത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ ഭംഗിയല്ലേ. നമ്മൾ കുറച്ചും കൂടെ അടുത്തെത്തി. നമ്മൾ അടുത്ത് എത്തി കേട്ടോ. നമുക്ക് അതിൻ്റെ അകത്ത് ഒരു വീഡിയോ പിടിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടുന്ന് കാണിക്കുക. ഇത് ഭംഗിയല്ലേ. ഞാൻ കുറച്ചൊന്നും തിരക്കില്ല എന്നല്ല പറഞ്ഞ, അത്യാവശ്യം തിരക്കുണ്ട്, പക്ഷേ ഇടിച്ച് ചെയ്യാൻ തിരക്കില്ല. ഇല്ല, അങ്ങനെ വാതിൽ റൂമിലോട്ട് എത്തുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പം വെല്ലമ്പള്ളിയിലോട്ട് പോകുക കേട്ടോ. നമ്മൾ വഴി നിറച്ച് വണ്ടികളും കടകളും. ഈ വഴിയിലേക്ക് ഈ മറ്റേ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി മൃഗങ്ങളുടെ ഭാവം എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഫോട്ടോ ഒന്നും എടുത്തില്ല, കൊച്ചു പിള്ളേർ ഞാൻ എന്നിപ്പോൾ ആരും എടുക്കുന്നില്ല. കടയിൽ നിന്ന് ഏട്ടന്മാരൊക്കെ നമ്മളെ വിളിക്കുന്നുണ്ട്, വാ വന്ന് ഫോട്ടോ എടുക്കുന്നത്. വഴി നിറച്ച് കടയുണ്ട്, രണ്ട് സൈഡിലും നിറച്ച് കടയും വണ്ടികളും സ്വാമിമാരും. രണ്ട് മിനിറ്റായിട്ട് നടക്കുന്നുണ്ട്, ഇതുവരെ ചെന്നില്ല. എത്താറായിട്ടോ. അങ്ങനെ നമ്മള് വില്യമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. ഈ വാതിക്കയിലൊക്കെ എത്തുമ്പോൾ ആൾക്കാരെല്ലാം കൂടി നിന്നിട്ട് കയറാൻ ഇച്ചിരി പാട്. അമ്പലത്തിന്റെ ഫ്രണ്ടിൽ കഴിഞ്ഞ് പേട്ട തുള്ളലും നമ്മൾ കയറാൻ നോക്കി. ഒരു ഫ്രണ്ടിൽ നിന്ന് തുള്ളുന്നതുകൊണ്ട് നമ്മൾ ഇതുവഴി കയറുമെന്ന് ഓർത്ത് നടക്കുക.
പതുക്കെ എത്തി. നമ്മളിങ്ങനെ കയറാൻ കുറച്ച് ആൾക്കാരാട്ടോ, ഭയങ്കര ആൾക്കാരാണ്. രാവിലത്തേക്കാളും ആൾക്കാർ അവിടെ ചെന്നപ്പം ഇറങ്ങിയിട്ട് ഇത്ര ആൾക്കാരുണ്ട്. പിന്നെ ഇപ്പം ആൾക്കാർ വന്ന് ഇതുകൊണ്ടിരിക്കും. സാധാരണ വെച്ച് നോക്കുമ്പോൾ വലിയ തിരക്കില്ല കേട്ടോ. നമ്മൾ എരുമേലി വെല്ലമ്പലത്തി ഇതാണ് കാണുന്നത് കേട്ടോ. വെല്ലമ്പലി തൊഴുതിട്ട് നമ്മളിനി ബസ് കയറി നേരെ പമ്പയ്ക്ക് പോകും. എരുമേലിയിൽ നിന്ന് ബസ് കയറി നേരെ പമ്പയ്ക്ക് പോവാം. പിന്നെ ബസ്സൊക്കെ കയറി ഞാൻ വിളിച്ച് നല്ല തിരക്കായിരിക്കും. എന്നാൽ ഞങ്ങൾക്ക് കയറിയപ്പോഴുള്ള സീറ്റ് കിട്ടി. ബസ്സൊക്കെ കയറിയപ്പോൾ എടുത്ത കേട്ടോ, ഒരു ബസ്സല്ല. ആള് കുറവായിരുന്നു. ഞങ്ങൾ 2 ബസ് ഫ്രണ്ടിൽ കിടപ്പുണ്ടായിരുന്നു. 2 ബസ് നിറച്ച ആൾക്കാർ കയറി. പിന്നെ ഞങ്ങൾ വേറെ ബസ് കയറി. 7:25 കേട്ടോ പമ്പയിൽ നിന്ന് ഇറങ്ങുന്നത്. അവർ രാവിലെ 3 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയതാണ്. പമ്പയിൽ നിന്നല്ല, എരുമേലിയിൽ നിന്ന് ഇറങ്ങും. പമ്പയിലോട്ട് പോകുന്ന വഴി കേട്ടോ. ഞങ്ങൾ രാവിലെ പോയിട്ട് നിറച്ച് മൂടൽമഞ്ഞും നല്ല രസമായിരുന്നു കാണാൻ. അങ്ങ് താഴെ വരെ കൊക്കെ ആയതുകൊണ്ട് താഴെ വരെ മഞ്ഞിറങ്ങിയിട്ട് നല്ല രസം. താഴെ ദൂരെ വരെ മഞ്ഞായിരുന്നു. ഡ്രൈവറിന് പരിചയമുള്ളതുകൊണ്ടാണെന്ന് അറിയില്ല, ബസ്സിന് അത്യാവശ്യം സ്പീഡുണ്ടായിരുന്നു. താഴെയൊക്കെ റോഡുണ്ട് കേട്ടോ, റോഡും ആൾക്കാരും. ഇതാ കേട്ടോ കണമല. ഇവിടെ ഹരിതയാറും പമ്പാ നദിയും കൂടിച്ചേരുന്നതാണ്. നമ്മളങ്ങനെ പമ്പയെ വന്നിട്ട് പമ്പയിൽ നിന്ന് അവിടെ ബലിയിട്ട് ഇപ്പം മല കയറിക്കൊണ്ടിരിക്കുക. അവിടുത്തെ വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയില്ലേ, ബലിയൊക്കെ ഇടുന്നോണ്ട്. നമ്മളിപ്പോൾ മല കയറിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ശരംകുത്തി എത്തി. ശബരിമലയിലോട്ട് അടുക്കുന്നതോറും ആള് കൂടി വരുന്നുണ്ട്. നമ്മള് കേറിയപ്പോ ഇത്ര ആളില്ല.
നമ്മളങ്ങനെ സന്നിധാനത്ത് വന്ന് നമ്മൾ ഭഗവാനെ കണ്ട് കാണാൻ നേരത്തെ അവിടെ താഴെ ഭയങ്കര ക്യൂ ആയിരുന്നു. നമ്മളൊരു അരമണിക്കൂർ 1 മണിക്കൂറോളം ക്യൂവിൽ നിന്ന് നമ്മളങ്ങ് ഭഗവാനെ കണ്ട് നമ്മളിപ്പോൾ പുറകിൽ കേട്ടോ, മാളിയപ്പുറത്തിൻ്റെ പുറകിൽ ഇവിടെ അന്നദാന മണ്ഡപമുണ്ട്. അന്നദാന മണ്ഡപത്തിൻ്റെ ഫ്രണ്ടിൽ ഇനി ഇവിടെ ഇങ്ങനെ വിരിച്ചിട്ട് നെയ്റ്റങ്ങൊക്കെ തുടങ്ങണം. നമ്മൾ താഴെ കൗണ്ടറിൽ വന്നത് കേട്ടോ അരവണ അപ്പം മേടിക്കാൻ. നമ്മൾ 18-ാം പടിയുടെ തൊട്ടപ്പുറത്താട്ടോ. അവിടെയും കുറച്ച് നേരം ക്യൂ നിൽക്കുന്നുണ്ട് ആൾക്കാരായിരുന്നു. നമ്മൾ ക്യൂവിൻ്റെ ഫ്രണ്ടിലാണ്. അച്ഛനുണ്ട്, അച്ഛൻ ഇവിടെ നിന്ന് അരവണ മേടിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ ഫ്രണ്ടിലിരുന്നു സന്നിധാനത്ത് വന്നു. അത്യാവശ്യം ആളുണ്ട് കേട്ടോ. ഞാൻ കാണുന്ന കേട്ടോ 18-ാം പടി. നമ്മൾ കയറുമ്പോൾ എടുക്കാൻ പറ്റില്ല, തിരക്കായിട്ട്. അതുകൊണ്ട് നമ്മൾ ഇറങ്ങിയിട്ട് പോകാൻ നേരത്ത് എടുക്കുന്നത് ഉണ്ടോ. നമ്മൾ പോകാൻ നേരത്ത് നിറച്ച ആൾക്ക് ഭയങ്കര ആളായി. നമ്മൾ പോകാൻ നേരത്ത് രാവിലെ ഇത്ര ആളില്ലായിരുന്നു. നേരെ സന്ധ്യയോടെ എടുത്തപ്പോൾ ആൾക്കാർ കൂടുതൽ വരാൻ തുടങ്ങി. നമ്മൾ ക്യൂ നിന്ന് പറയില്ലേ, 1 മണിക്കൂർ 1/2 മണിക്കൂർ, അതിവിടെ കേട്ടോ. ഇതുവരെ അങ്ങ് നേരെ കയറി ചെല്ലുന്ന 18-ാം പടി. ഇവിടെ അല്ല, നമ്മൾ അപ്പുറത്തെ സൈഡിൽ ക്യൂ നിൽക്കുക. ഈ സൈഡ് കഴിയുന്നുണ്ട്. 1 മണിക്കൂറോളം നമ്മൾ ആ ഫ്രണ്ടിലാണ്. അത് ഗേറ്റ് വന്നിട്ടില്ല. 1 മണിക്കൂറോളം ഫ്രണ്ടിലങ്ങ് നിന്നു. നമ്മൾ പിന്നെ ഇറങ്ങാൻ നേരത്ത് കണ്ട കേട്ടോ മലയണ്ണനെ. നമ്മളങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു കേട്ടോ. വീട്ടിൽ വന്നപ്പോൾ സമയം 12 മണിയൊക്കെ ആകാറ്. രാവിലെ 3-ന് വീട്ടിൽ നിന്നിറങ്ങി. നമ്മൾ തിരിച്ച് താഴെ ഇറങ്ങി പമ്പയിൽ നിന്ന് ബസ് കയറി നിലയ്ക്കൽ വന്ന് നിലയ്ക്കൽ നിന്ന് എരുമേലിക്കുള്ള ബസ് കയറി. ഇങ്ങനെ എരുമേലി വന്ന് എരുമേലിയിൽ നിന്ന് ഓട്ടോ വിളിച്ചു വന്നു കേട്ടോ. അന്ന് അടിച്ചു കയറാൻ തേങ്ങ കൊണ്ട് വരും. ഇന്ന് തേങ്ങ അടിച്ച് കയറാൻ പോവാം. നമ്മൾ ഇവിടെ വെച്ച് വീഡിയോ നിർത്തിയേക്കാം. വീഡിയോ കണ്ടൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൊടുക്കുക.